പുരാണങ്ങളിലുള്ളത് കഥകളാണ്. ഈ കഥകളില് ആകാശം മുട്ടയുള്ള കൊട്ടാരം പണിതു, അല്ലെങ്കിൽ വായുവേഗത്തിൽ പോകുന്ന വിമാനങ്ങളുണ്ട്, അല്ലെങ്കിൽ വളരെ വളരെ വലിയ ഒരു കപ്പല്, നോഹയുടെ പെട്ടകം എന്ന രീതിയിൽ നോഹ ഉണ്ടാക്കി, അതിൽ 16 ലക്ഷം തരത്തിലുള്ള ജന്തുക്കളെയും ഇട്ടു. അല്ലെങ്കിൽ മത്സ്യാവതാര സമയത്ത് മഹർഷിമാരെ രക്ഷിക്കാനായിട്ടൊരു ബോട്ട് വന്നു. ആ ബോട്ട് മത്സ്യാവതാരത്തിന്റെ തലയിൽ കെട്ടി. ഇങ്ങനെയെല്ലാം പറയുമ്പോൾ ആകാശം മുട്ടയുള്ള ഒരു കെട്ടിടമുണ്ടാക്കാനുള്ള സിവിൽ എഞ്ചിനീയറിംഗ് കപ്പാസിറ്റി ഉണ്ടായിരുന്നു എന്നർത്ഥമില്ല. നോഹ ഒരു വലിയ പെട്ടകം ഉണ്ടാക്കിയപ്പോൾ ഈ 16 ലക്ഷം എണ്ണത്തിനെയും അതിനകത്ത് ഇടാൻ പാകത്തിനുള്ള ഒരു കപ്പൽ ഉണ്ടാക്കാൻ കഴിവുള്ളവർ അന്നുണ്ടായിരുന്നു എന്ന് ധരിക്കുന്നത് ശുദ്ധ അബദ്ധമാണ്. അതുപോലെ മത്സ്യാവതാര സമയത്ത് വലിയൊരു കപ്പൽ അതിൽ കെട്ടി. ഇതെല്ലാം കഥയുടെ ഭാഗമാണ്. ഈ കഥയിൽ പറഞ്ഞിരിക്കുന്നത് ചില സ്ഥലത്ത് വേണമെങ്കിൽ ഒരല്പം സയന്റിഫിക് അപ്രോച്ച് ഉണ്ടായേക്കാം. അല്ലാതെ പൗരാണികമായ കഥകളിലും പുസ്തകങ്ങളിലും പറയുന്നത് പലപ്പോഴും ആചാരങ്ങളും വിചാരങ്ങളും വിശ്വാസങ്ങളും സങ്കല്പങ്ങളും കഥകളും കഥാപാത്രങ്ങളുടെ അനുഭവങ്ങളും കഥാപാത്രങ്ങളിലൂടെ നൽകുന്ന ഉപദേശങ്ങളും കഥാപാത്രങ്ങളിലൂടെ നൽകുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളുമാണ്. അവയുടെ എല്ലാം ലക്ഷ്യം സയന്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ ഹെറിറ്റേജ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നതല്ല. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ബാർബർ ഷോപ്പിന്റെ ലക്ഷ്യം എന്താ? ബാർബർ ഷോപ്പിൽ ചെന്നിട്ട് ഒരു കപ്പ് ചായ വേണമെന്ന് പറഞ്ഞാൽ തരുമോ? ബാർബർ ഷോപ്പിനൊരു ലക്ഷ്യമുണ്ട്, റേഷൻ കടയ്ക്ക് ഒരു ലക്ഷ്യമുണ്ട്, വില്ലേജ് ഓഫീസിനൊരു ലക്ഷ്യമുണ്ട്, പഞ്ചായത്ത് ഓഫീസിനൊരു ലക്ഷ്യമുണ്ട്, അതുപോലെ ഗ്രോസറി കടയ്ക്ക്, വെജിറ്റബിൾ കടകൾക്ക് എല്ലാത്തിനും ഒരു പ്രത്യേക രീതിയിലുള്ള ഗോളുണ്ട്, ലക്ഷ്യമുണ്ട്. അതുപോലെ പുരാണ കഥകൾക്ക്, ബൈബിളായാലും ഖുർആനായാലും അതൊക്കെ തന്നെയാണ്. അതിനകത്തുള്ള വരികളെടുത്ത് ചില ദേശസ്നേഹികൾ, ശാസ്ത്രമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നവർ തന്നെ ഈ പുരാണത്തിലും മഹാഭാരതത്തിലും രാമായണത്തിലും കുറച്ച്, പുരാണത്തിൽ ഏതാണ്ട് പൂർണ്ണമായിട്ടും പറയുന്ന കഥകൾക്കകത്ത് വിവരിക്കുന്ന കാര്യങ്ങൾ സയൻസ് ആണെന്ന് പറഞ്ഞ് അതിന് പബ്ലിസിറ്റി കൊടുത്താൽ അതിനെ എതിർക്കുന്നവർ ചെയ്യുന്നതിനേക്കാൾ ഹീനകൃത്യമാണ് ഇവർ ചെയ്യുന്നത്. എന്താ കാരണം അറിയോ? നിങ്ങൾ തന്നെ നോക്കാം. ഈ പുലി വരുന്നേ എന്ന് പറഞ്ഞ് ശരിക്കും പുലി വരുമ്പോഴത്തേക്കും ആരും ഉണ്ടായിരുന്നില്ല എന്നൊരു കഥയിൽ നിന്നൊരു സന്ദേശം നമുക്ക് മനസ്സിലാക്കാനുണ്ട്. യഥാർത്ഥത്തിൽ പുലി വരുന്നേ എന്നുള്ളതൊന്നും അയാൾ പിടിച്ചിട്ടുണ്ടാവില്ല. പിന്നെ ഒരു ദിവസം പുലി വന്നിട്ടും ഉണ്ടാവില്ല. പക്ഷെ ഒരു സന്ദേശമുണ്ട്. ഒരേ കാര്യം തെറ്റായിട്ടുള്ളത് കുറേ കാലം പറഞ്ഞാൽ ശരിയായിട്ടുള്ളത് പോലും ജനങ്ങൾ വിശ്വസിക്കില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം. അത് തന്നെയാണ് ഇപ്പോ ഹിന്ദുക്കൾക്ക് പറ്റിയിരിക്കുന്നത്. കുറെ ഹിന്ദു ഭക്തന്മാര്, പൈതൃക ഭക്തന്മാര്, കുറെ നല്ല ഹിന്ദുക്കൾ എന്ന് ധരിക്കുന്നവര് ഈ ഭാരതത്തിലെ പലതും സയൻസ് ഉപയോഗിച്ച് വിവരിക്കാൻ ശ്രമിക്കുമ്പോൾ, ഞാൻ സയൻസ് ഉപയോഗിച്ച് വിവരിക്കാറുണ്ട്. വിവരിക്കുമ്പോൾ പണ്ടുള്ളവർക്ക് ഈ സയൻസ് അറിയാമായിരുന്നു എന്ന അർത്ഥത്തിലല്ല ഞാൻ വിവരിക്കാറുള്ളത്. പണ്ടുള്ളവര് ചെയ്തതിന്റെ വിവരണം പരീക്ഷണത്തിലൂടെ ഇപ്പോഴത്തെ ശാസ്ത്രജ്ഞന്മാർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ പറയാറുള്ളത്. പണ്ടുള്ളതിനെ അന്നത്തെ ആൾക്കാർക്ക് ഇതെല്ലാം സയന്റിഫിക് ആയിട്ട് അറിയാമായിരുന്നു എന്ന് പറയാറില്ല. ഉദാഹരണമായിട്ട് നമ്മളിപ്പോ ആമയുടെയും മുയലിന്റെയും കഥ പണ്ട് ആരോ മഹാഭാരതത്തിൽ എഴുതിയതാണ്. ആ മഹാഭാരതത്തിൽ എഴുതിയവര് അതൊരു കഥ പറഞ്ഞ് കേൾപ്പിച്ച് രസിപ്പിക്കാനായിരുന്നില്ല, അതൊരു മാനേജ്മെന്റ് പ്രിൻസിപ്പിള് അറിയിക്കാനായിരുന്നു. എന്താ മാനേജ്മെന്റ് പ്രിൻസിപ്പിള്? മുയലിന് ഓവർ കോൺഫിഡൻസ് വന്നു, അത് ഡേഞ്ചറസ് ആയി. വലിയ കഴിവില്ലാത്ത ആമ നിരന്തരം ഹാർഡ് വർക്ക് ചെയ്തു, അത് അതിന് അനുഗ്രഹമായി. ഈ ഒരു മെസ്സേജ് എത്തിക്കാൻ ഇന്നും MBA പഠിക്കുന്നവർക്ക് ഈ കഥ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോ MBAക്കാർക്ക് വേണ്ടി എഴുതിയതല്ല കഥ. ആ കഥ എഴുതിയത് പാണ്ഡവർക്ക് വേണ്ടിയിട്ടായിരുന്നു. കൗരവരെ എങ്ങനെ കീഴടക്കണം എന്ന് അറിയിക്കാൻ വേണ്ടിയായിരുന്നു എഴുതിയത്. അപ്പൊ നമ്മള്
ആ കഥയെടുത്താലും പുലിയുടെ കാര്യമെടുത്താലും ഓർമ്മിക്കാനുള്ളത് ശരിക്ക് സയൻസ് അല്ലാത്തതിനെ സയൻസ് ആണെന്ന് കുറെ പേര്, പ്രത്യേകിച്ച് ചില ഡോക്ടർമാര്, ചില എഞ്ചിനീയർമാര്, ചില സയന്റിസ്റ്റുമാര് ബ്ലൈൻഡായിട്ട് പറയുമ്പോ അതാണ് സയൻസ് എന്ന് ധരിച്ച് കുറെ ഭാരതീയ പൈതൃകത്തെ എതിർക്കുന്നവര് മൊത്തം ഭാരതീയ പൈതൃകത്തിലെ ശാസ്ത്രത്തെ എതിർക്കും. ആരാ ഇതിന് കാരണം? ഇല്ലാത്ത സയൻസ് ഉണ്ടെന്ന് പറഞ്ഞ് നടന്നവരാണ് ഇതിന് കാരണം. അപ്പൊ യഥാർത്ഥത്തില് അവനവന്റെ മണ്ഡലത്തില് നല്ല അതോറിറ്റേറ്റീവായിട്ട് പറയാൻ സാധിക്കുന്ന സംസ്കൃത ശ്ലോകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഇതാണ് ഇന്ന കാര്യം എന്ന് പറയാൻ സാധിക്കുന്ന വിവരണങ്ങള് ഈ നാട്ടിലുള്ളപ്പോൾ ഇല്ലാത്തതിനെ എക്സാജറേറ്റ് ചെയ്തിട്ട് രാമായണത്തിൽ വിമാനം ഉണ്ടായിരുന്നു എന്ന് എന്തിനാ പറയാൻ പോകുന്നത്? രാമായണത്തിലെ വിമാനം ഉണ്ടാവട്ടെ, ഉണ്ടാവാതിരിക്കട്ടെ, ആ രാമായണത്തിലെ വിമാനത്തെക്കുറിച്ച് നൽകിയിരിക്കുന്ന വിവരണങ്ങൾ ഒന്നും തന്നെ ഇന്നത്തെ വിമാനവുമായിട്ട് ബന്ധമില്ല. അപ്പോ സാമാന്യ ജനതയ്ക്ക് അത് എക്സാജറേറ്റഡ് ആയിട്ടുള്ള സൂപ്പർസ്റ്റിഷൻ ആണെന്ന് ബോധ്യമാകുമ്പോൾ അവഹേളിക്കപ്പെടുന്നത് ഇത് പറഞ്ഞ വ്യക്തിയല്ല, അവഹേളിക്കപ്പെടുന്നത് ഈ തെറ്റായിട്ട് പ്രചരിപ്പിച്ച വ്യക്തിയല്ല, നമ്മുടെ നാടിന്റെ പൈതൃകമാണ് അവഹേളിക്കപ്പെടുന്നത്. അപ്പൊ നമ്മുടെ നാടിന്റെ പൈതൃകത്തെ എതിർക്കുന്നവർ ചെയ്യുന്നതിനേക്കാൾ വലിയ കുറ്റകൃത്യമാണ് മനുഷ്യന്റെ തലയിൽ ഗണപതിയുടെ തല വെച്ചു, അത് പ്ലാസ്റ്റിക് സർജറി ആണെന്ന് പറഞ്ഞാൽ കോമൺ സെൻസ് ഉപയോഗിച്ച് ആലോചിച്ച് നോക്കാം. മനുഷ്യന്റെ കഴുത്തിന്റെ ഡയമീറ്ററും ആനയുടെ കഴുത്തിന്റെ ഡയമീറ്ററും തമ്മിൽ വ്യത്യാസമില്ലേ? ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞാലും മുരളി മനോഹർ ജോഷി പറഞ്ഞാലും ഈ ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ന്യൂറോ സർജൻ ഡോക്ടർ സാംബശിവൻ പറഞ്ഞാലും അത് ശുദ്ധ അബദ്ധമല്ലേ? അത് മഹാവിഷ്ണുവിന്റെ കഴുത്ത് തെറിച്ചുപോയി. മഹാവിഷ്ണു എന്ന് പറയുന്നത് തന്നെ ഒരു സങ്കല്പമാണ്. മഹാവിഷ്ണു എന്ന് പറയുന്ന ഒരാളല്ല. ആ മഹാവിഷ്ണുവിന്റെ കഴുത്ത് തെറിച്ചു പോയപ്പോ പിന്നെ അദ്ദേഹം ജീവിച്ചിരിക്കുമോ? ഉണ്ടെങ്കിൽ ഒന്നങ്ങേര് അങ്ങനെ ഒരാളില്ല. ആ കഴുത്തിന്റെ സ്ഥാനത്ത് കുതിരയുടെ കഴുത്ത് വെച്ച് തല വെച്ചു. ആ കഴുത്തിൽ കുതിരയുടെ തല വെച്ചതാണ് ഹയഗ്രീവൻ എന്ന് പറയുന്നത്. കുതിരയുടെ തല വെക്കാൻ മനുഷ്യന്റെ കഴുത്തിന്റെ ഡയമീറ്ററും കുതിരയുടെ കഴുത്തിന്റെ ഡയമീറ്ററും ഒന്നാണോ? എന്തിനാ ഈ അബദ്ധം പറഞ്ഞു നടക്കുന്നത്? ഇപ്പൊ എന്ത് പറ്റുന്നറിയാം? ഇങ്ങനെയുള്ള ചില സോ കോൾഡ് മിത്തോളജിക്കൽ കഥകളെ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നില്ലെങ്കിലും അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ, അങ്ങനെയുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറയാൻ എന്ത് പ്രൂഫാ ഉള്ളത്? വായ തോന്നിയത് ഒരു കഥയിൽ എഴുതി കഴിഞ്ഞാൽ അതൊക്കെ കൺസെപ്റ്റുകളാവും. നമുക്കറിയാം പണ്ടത്തെ കാര്യം. രാക്ഷസൻ ഉണ്ടായിരുന്നു. ആ രാക്ഷസന്റെ ജീവൻ ഒരു കുരുവിയിലായിരുന്നു. ആ കുരുവി രാക്ഷസന്റെ വീട്ടിൽ തട്ടിൻപുറത്തായിരിക്കുന്നത്. അതുകൊണ്ട് ഈ രാക്ഷസനെ ആർക്കും കൊല്ലാൻ പറ്റില്ല. കാരണം രാക്ഷസന്റെ ജീവൻ ആ കുരുവിലാണ്. ആ കുരുവിയെ കൊല്ലാതെ രാക്ഷസനെ കൊല്ലാൻ പറ്റില്ല എന്നൊരാൾ പറഞ്ഞു വിചാരിക്കാം. അത് ശരി, ജീവനെ പോലും മറ്റൊരു ജീവിയിൽ മാറ്റിവെക്കാൻ കഴിവുള്ള സയൻസ് ഉണ്ടായിരുന്നു അല്ലേ എന്ന് പറയുന്നത് എന്ത് അബദ്ധമാണ്? അതൊരു കഥയാണ്. അപ്പോ മിത്തോളജിക്കൽ ആയിട്ടുള്ള പുരാണങ്ങളിലും ഒരു പരിധിവരെ ഇതിഹാസങ്ങളിലുമുള്ള കഥകളെ ഭാരതത്തിന്റെ ശാസ്ത്ര പൈതൃകമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വീക്ഷണം ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു സങ്കല്പം ഉണ്ടായിരുന്നു എന്നെല്ലാം പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നവര് ഇതിനെതിരെയുള്ള വിമർശനങ്ങൾ വരുന്നത് ആ വ്യക്തിക്കല്ല, ഭാരതത്തിന്റെ ശാസ്ത്ര പൈതൃകത്തിനാണ് എന്ന ക്രിമിനൽ തെറ്റാണ് അവർ ചെയ്യുന്നത്. ഇപ്പൊ ഇന്ത്യൻ നാഷണൽ സയൻസ് കോൺഗ്രസില് ആരോ ഒരാളാണ് വിമാനത്തെക്കുറിച്ച് പ്രസന്റ് ചെയ്തത്. അയാളുടെ പേര് ആർക്കും അറിഞ്ഞൂടാ. അയാൾ ചെയ്ത ക്രിമിനൽ കുറ്റവും മാത്രമേ ഓർമ്മിക്കുന്നുള്ളൂ. ആ ക്രിമിനൽ കുറ്റം മുഴുവനും ആരുടെ തലയിൽ പോയി? കുറെ RSSകാരുടെയും ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെയും തലയിലേക്ക് പോയി. അവരാണ് ഇതേപോലെയുള്ളവരെ എൻകറേജ് ചെയ്ത് സാഫ്രണൈസേഷനും കാവ്യവൽക്കരണവും ചെയ്യുന്നത്, ഇല്ലാത്ത പലതും ഉണ്ടെന്ന് പ്രചരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് കുറ്റം മുഴുവനും വേറെ ആൾക്കാർക്കും നമ്മളുടെ പൂർവ്വപിതാമഹന്മാർക്കും പോയി. ഈ പറഞ്ഞ ആൾക്ക് യാതൊരു കുഴപ്പമില്ല. അപ്പൊ യഥാർത്ഥത്തില് ഇത് ഞാൻ 2-3 ദിവസം കൂടി വിവരിക്കുന്നുണ്ടാവും. അപ്പോ ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, ഇല്ലാത്തത് പലതും ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ഇവിടുത്തെ പുരാണങ്ങളിൽ അതുണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞ് നടക്കുന്നവരാണ് യഥാർത്ഥത്തില് നമ്മളുടെ ശാസ്ത്ര പൈതൃകത്തിന്റെ ശത്രുക്കള്. വേണമെങ്കിൽ ചില സ്ഥലത്ത് പറയാം, വേണമെങ്കിൽ അതൊരു ശാസ്ത്ര സമ്മേളനത്തിലൊന്നും അല്ല പറയേണ്ടത്. ഭാഗവതത്തില് ഭൂഗോള വിവരണം ഉണ്ട്, അത് ശരിയാണ്. ഇവിടെ ഒരു വാക്കുണ്ട്, ഭൂഗോള വിവരണം.
അവിടെ ഭൂമി ഗോളാകൃതിയാണെന്നുള്ളതിന് ആ വാക്ക് തന്നെ തെളിവാണെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചേക്കണം. ഭൂമി ഗോളാകൃതിയാണെന്നും ഭൂമിയുടെ ആർച്ച് ബിഷപ്പല്ല, ഭൂമിയുടെ ആർക്ക് ഇത്ര ഡിഗ്രിയാണെന്നും 60 യോജന പോകുന്നതിനനുസരിച്ച് 60 മൈല് പോകുന്നത് ഏതാണ്ട് പരന്നതായിട്ട് കാണാമെന്നൊക്കെ ഭാസ്കരാചാര്യ പറഞ്ഞിരിക്കുന്നത് ഭാഗവതത്തിലുള്ളതല്ല, അത് സയൻസ് പുസ്തകത്തിലുള്ളതാണ്. ഈ ഭാഗവതത്തിലോ മറ്റു പുരാണങ്ങളിലോ പറയുന്നതിനെല്ലാം ഒന്നും അറിയാത്തവരാണ് മിക്കവാറും ഭാഗവതവും ദേവി ഭാഗവതവും ഒക്കെ വായിക്കാൻ പോകുന്നത്. മറ്റ് ജോലികളിലെല്ലാം പരാജയപ്പെട്ടവര് ഈ കഥ ഹോൾസെയിലായിട്ട് അമ്പലങ്ങളിലും ആശ്രമങ്ങളിലും പറഞ്ഞു നടന്നു കഴിഞ്ഞാല് അവർക്കൊരാഴ്ചത്തേക്കുള്ള പൈസ കിട്ടും. അപ്പോ അവരുടെ അജ്ഞത ഇത് ശാസ്ത്രമാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൂട്ടുന്നത് നമുക്ക് മനസ്സിലാക്കാം. കാരണം അവരെ അത്രേ സമൂഹം വില കൽപ്പിച്ചിട്ടുള്ളൂ. അതേസമയത്ത് ശരിക്കുള്ള ശാസ്ത്രജ്ഞന്മാർ നല്ലോണം പഠിച്ചവരും ഈ പുരാണത്തിലെ ഓരോന്നും എടുത്ത് അത് സയൻസ് ആണെന്ന് പറഞ്ഞ് നടക്കുമ്പോ ശരിക്കും നമ്മുടെ നാടിനെ അവര് അവഹേളിക്കാൻ വേണ്ടി തയ്യാറാക്കി വെക്കുകയാണ് ചെയ്യുന്നത് എന്ന് ഓർമ്മിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം.